ഏതായാലും ഇത് മൂത്തുകൊണ്ട് ഇനിയിപ്പം നിർത്തുന്നില്ല, ഞാൻ പറിക്കാൻ പോവാണ്. നമുക്ക് കമ്പോടെ പറിച്ചെടുത്തേക്കാം. ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സൈസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഇതിലിപ്പം പല സൈസിൽ വരുന്നുണ്ട്, സാപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേതായാലും ഈ മരത്തിനുള്ളതാണ്, നമ്മുടെ സപ്പോർട്ടൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു സാപ്പ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പറിച്ചിട്ടുണ്ട്, മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് പറിക്കാം. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്, അതിനേക്കാളും അപേക്ഷിച്ച് കുറച്ചും കൂടെ വലുത് ഇതാണ്. കണ്ടോ, ഇതിൻ്റെ അറ്റമൊക്കെ നേരത്തെ പോയതാട്ടോ. ഇത് ഞാൻ കവറൊക്കെ ഇട്ട സമയത്ത് ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു കുനിപ്പൊക്കെ പോയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മെത്തേഡ് ഈ പറയുന്ന ചുരണ്ടി നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. കണ്ടോ, ഒരു യെല്ലോ കളർ വന്നില്ലേ, ഇത് തന്നെയാണ് ഇതിൻ്റെ അടയാളം, മൂത്തോന്നുള്ളതിൻ്റെ അടയാളം. ഇനിയിപ്പം 2 പറിച്ചു, 2. ഇനി ഒരു മുകളിൽ 2 കൂടെ ഉണ്ട്, അത്യാവശ്യം കൂടെ വലുതാട്ടോ. ഈ കാണുന്ന 2 പറിച്ചേക്കാം. സൈസുണ്ട്, അത്യാവശ്യം ഒരു 100-110 ഗ്രാമൊക്കെ കാണും. ത്രാസ് എടുത്തില്ല, അല്ലെങ്കിൽ വെയിറ്റ് നോക്കായിരുന്നു. ഒന്നും കൂടെ ഉണ്ട് അതിൻ്റെ ഒപ്പം. ഇതൊക്കെ ആദ്യം ഉണ്ടായ കേട്ടോ, ഇതൊക്കെ ആദ്യം ഉണ്ടായ സാധനങ്ങളാണ്. ഇന്നത്തെ വിളവ് ഈ കാണുന്നതാണ്. ഇനി 1-2 ഉണ്ടാവും അതിൻ്റെ അകത്ത്, നോക്കണം. അവിടേക്കായിട്ട് 1-2 കൂടെ ഞാൻ കവറിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആകാം. ഇതുണ്ട്, ഇതിപ്പോൾ ഇത്ര ചെറിയ സൈസ്, അതൊന്നും പറിക്കണ്ട. പിന്നെ ഉള്ളത് ഇതിൻ്റെ അടിയിലുണ്ട്, അത് ഏകദേശം മൂത്ത പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് നോക്കാം. ഈ ഒറ്റണം മൂത്തിട്ടുണ്ടാകാൻ സാധ്യത. ഇതാണ് ഞാൻ ചുരണ്ടി നോക്കിയപ്പം അത് മൂത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചെറിയ ഞാൻ ചുരണ്ടിയിട്ട് കണ്ടൊരു യെല്ലോ കളർ വന്നേക്കുന്നുണ്ടോ, ആ ഗ്രീൻ കളർ അല്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇത് മൂത്തുന്നതാണ്. ഇതും പൊട്ടിച്ചെടുത്തേക്കാം. താഴെയുള്ളതൊന്നും മുക്കാൻ സാധ്യതയില്ല, അതൊക്കെ കുറച്ചും കൂടെ ആകാറുണ്ട്. ഈ സൈസെങ്കിലും ആവണ്ടേ, അല്ലാതെ എങ്ങനെ നമുക്ക് പറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈസിലേക്ക് ആകാതെ നിർത്താം, കവറിട്ട് നിർത്താം. കാഴ്ചകൾ കെണിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു ധൈര്യക്കുറവുണ്ട്, എങ്ങാനും വരെ ഒരു പണി തന്നാലോ എന്ന്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മൂടിയിട്ടേക്കാണ്. ഫുള്ളില്ല, അത്യാവശ്യം മൂത്ത് തുടങ്ങിയതൊക്കെ. കാരണം മൂത്ത് തുടങ്ങുമ്പോഴാണ് തോന്നുന്നത് ഈച്ച കയറുന്നത് തോന്നുന്നു. അപ്പം 5 സപ്പോർട്ട് അത്യാവശ്യം വലിയ സപ്പോർട്ടാണ്. പക്ഷേ ഇത് എനിക്കൊന്ന് കാലാപ്പതിയാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഇത് കാലാപ്പതിയാണോ അതോ ബനാന സപ്പോർട്ടയാണോ. കാരണം ബനാന ഒരുപാട് തരത്തിൽ വരുന്നുള്ളൊരു സംശയമാണ്. ഒരുപാട് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിന് ബനാന എന്ന് പറഞ്ഞ ചില ആൾക്കാർ വിൽക്കുന്നുണ്ട്, വളരെ തിന്നാൻ നീളത്തിനുള്ളത് ബനാന എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അപ്പം ഏതാണ് എക്സാക്ട്ലി ബനാന എന്നൊരു പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അറിയുകയാണെങ്കിൽ പറയണം, ഇത് കാലാപ്പതിയാണോ ബനാന ആണോ എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ആദ്യത്തെ സീസണാണ്, ഇത് ആദ്യത്തെ പ്രാവശ്യം ഫ്രൂട്ടിങ് ചെയ്താണ് ഇതൊക്കെ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തിലേക്ക് കുറച്ചും കൂടെ നീളം വെക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയണം. അല്ലെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം കഴിയുമ്പോഴാണ് സാധാരണ ഒരു ക്യാരക്ടർ കാണിച്ചു തുടങ്ങുന്നത്, ഒരു പ്ലാന്റിൻ്റെ എക്സാക്ട് ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല, സപ്പോർട്ടയാണ് ഇന്നിപ്പോൾ വിളവെടുത്തേക്കുന്ന ഒരു ഫ്രൂട്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറയണം. അതുപോലെ തന്നെ ഇതിപ്പോൾ ബനാനയാണോ കാലാപ്പാടിയാണെന്നും കൂടെ ഉള്ളൊരു കാര്യം എന്നോട് പറയണം കേട്ടോ. കാരണം എനിക്കിത് ബനാനയാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. എന്നാലും നിങ്ങളുടെ കൂടെ അഭിപ്രായം, ഒരുപാട് പേര് കാണുന്നതല്ലേ, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇത് കാലാപ്പടിയാണോ, കാലാപ്പടിയല്ല കാലാപ്പതി സപ്പോർട്ടയാണോ അതോ ബനാന സപ്പോർട്ടാണോ എന്നുള്ളൊരു ഡീറ്റെയിൽസ് കൂടെ പറയണം കേട്ടോ ആരെങ്കിലുമൊക്കെ.